കത്രിക അല്ലെങ്കിൽ കത്രിക്ക് കട്ടി ഈ കട്ടി വിട്ട ശേഷം കാണുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. ഇതേപോലെ ഇതിപ്പോ ചെറിയ രണ്ട് ഇതൊക്കെ പുതിയ പോലെയാണത്. ഇതിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഒരു ഞണ്ടിനകത്ത് ട്രാപ്പായി കിടക്കുന്നത്. ഒരു ഹമൂറിന്റെ കുട്ടി ഉണ്ടായിരുന്നു. രണ്ട് മീനുകൾ അതിനകത്ത് ചത്ത് കിടപ്പുണ്ടായിരുന്നത്. ഇത് ചത്തിട്ടില്ല, ഇത് ജീവനുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇതിന് മേളിൽ കയറ്റി കാരണം നമ്മളെ സേഫ് ആയിട്ട് തിരിച്ചു വിടും. ഇതേപോലെ പല ഇപ്പൊ കഴിഞ്ഞ ചോക്ലേറ്റ് ലാസ്റ്റ് അവിടെ കൊണ്ട്
അതാ ചേർണ്ട് ഓണല്ലോ എന്റെ ചെരുപ്പ് അതായത് വല എടുക്കാണ്ട് വരുമ്പോഴത്തേക്കും അവരെ കട്ട് ചെയ്തിട്ട് പോണ സാധനം. അപ്പൊ അതാണ് പറഞ്ഞത്. എടുത്തോ ഇത് മാത്രമല്ല, ഈ കല്ലിൽ പച്ച വല ഇടുമ്പോഴത്തേക്കും വല തിരയടിച്ച് പിന്നെ വല അവിടെ എടുക്കാൻ പറ്റില്ല. കത്രിക്ക് അല്ലെങ്കിൽ കത്രിക്ക് കട്ട് ചെയ്ത് ഈ കത്ത് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഒരു ഞണ്ടിനകത്ത് ട്രാപ്പായി കിടക്കുന്നത്. ഇത് ചത്തട്ടില്ല, ഇത് ജീവനുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇതിനെ മേളിൽ കയറ്റി കാരണം നമ്മളിത് തിരിപ്പായിട്ട് തിരിച്ചു വല അടിയിലൊക്കെ കിടക്കുന്നു. ശരിക്കും അത് ശരിക്കും ഇത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇത് നോക്കി വന്നിട്ട് വല വെച്ചിട്ട് മുറിച്ചിട്ടിട്ട് പോയ കല്യാണം കിടക്കണം നോക്കിയോ. എല്ലാ കല്ലുമ്മലും എല്ലാത്തിലും ചുറ്റി കിടക്കണേണക്കാണ്. ഓർണില്ലല്ലേ കല്ലുമ്മ ചുറ്റി കിടക്കായിരിക്കുള്ളൂ. വെളിയല്ലേ ശേഷം കാണുന്ന രംഗങ്ങളാണ് കാണുന്നത്. ഇതേപോലെ ഇതിപ്പോ ചെറിയ പല സ്ഥലത്ത് ഇപ്പൊ ഹൈറ്റ് ആയിട്ട് നമുക്ക് അധികം ഡെപ്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. ശരിക്കും പല അടിയിലൊക്കെ കിടക്കുന്നുണ്ട്. അതായത് കയറ്റിക്ക് ഇതിനെ നമുക്ക് ആ ഞണ്ടിനെ റെസ്ക്യൂ കിട്ടായിരുന്നു. അതവിടെ പിടിച്ച് ചെയ്താൽ വലിയ കാര്യത്തിൽ കഥറിഞ്ഞുണ്ടെന്ന് തോന്നുന്നു. കൈ നോക്കട്ടോ. ഈ അമൂർന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ ഇത് എന്തോരം 10-30 കിലോ ഒക്കെ വരുന്ന സാധനങ്ങളാണ്. ഇത്രയായിട്ടുള്ള ഈ വലയിൽ പെട്ടിട്ട് ചത്ത് ചീഞ്ഞെടുക്കണ കല്ലിന്റെ അരികിൽ വല ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉടക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഈ തിരടിക്കുമ്പോ ഇത് വന്നിട്ട് എല്ലാം കല്ലുമ്പോ വന്നിട്ട് ഉടക്കിയിട്ടാണ് അവര് വലിച്ചു പറിച്ചിട്ട് പോണേ. അവിടെ നിന്ന് വലിച്ചു പറിച്ചിട്ട് എത്തിയൊക്കെ നേരം ഉപയോഗിച്ചിട്ട് പോകും. മീനാണ് നോക്കി ഇത് എന്താണ് മീനാണ്. നമസ്കാരം. നമ്മള് ബീച്ച് ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പുലിമുട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മളെ FCOA ഫ്രീ ഡൈവിംഗ് കോച്ചേഴ്സ് ഓഫ് ഏഷ്യ അംഗങ്ങളാണ് ഇവര് വന്നേക്കുന്നവര്. അവര് നമ്മളെ നമ്മിങ്ങനെ പറഞ്ഞപ്പോ അവര് തീർച്ചയായിട്ടും വരാ ക്ലീനിങ്ങിന് വേണ്ടി വരാന്ന് പറയുകയും ചെയ്ത് അവര് 5-6 ആള് വരികയും ചെയ്ത് ഇപ്പൊ ഒരു 8 മണിക്ക് വന്നാണ് അവര്.
ഏകദേശം 10-12 മണിയായി. ഇത്രയും നേരം ഒരു വെള്ളത്തിൽ കിടന്നിട്ട് തന്നെയാണ് ഇത്രയും സാധനങ്ങൾ. ഇതൊന്നല്ല, അവിടെ ഇനിയും സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഒരുപാട് വലകളും വേസ്റ്റുകളും അവര് ഒരുപാട് നേരം ചിലപ്പോൾ ഹൈറ്റൈഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഡെപ്തിൽ പോയി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടും അവർ ഇത്രയും വലകളും സാധനങ്ങളും അവർ മുങ്ങിയെടുത്ത് ഈ വലകളിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് മീനുകൾ ഞണ്ടുകളൊക്കെ ചത്ത് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിനായി മുന്നിട്ട് ഇറങ്ങി വന്ന FCOയുടെ എല്ലാ മെമ്പേഴ്സിനും ഞങ്ങൾ ആംഗ്ലേഴ്സിന്റെ പേരിൽ നന്ദി പറയണം. ഇതിപ്പോ നമുക്ക് കിട്ടിയേക്കുന്നതിനകത്ത് ഡിസ്കോ വലയാണ്. ഇത് ശരിക്കും ഇപ്പൊ കല്ലുമോന്ന് ഉടക്കിയിട്ട് ഇത്രയും മീനുകൾ നമുക്ക് ഇവിടെ കിട്ടി. ഇത് നമ്മ ഓൾറെഡി അവര് വല ഇടാൻ നേരത്തെ തന്നെ നമ്മ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്, ചേട്ടാ കല്ലുമ്മ അത്ര എടുത്തിടല്ലേ, കുറച്ച് അകത്തിടുന്നുള്ളത്. പക്ഷെ അവര് നമ്മ നാട്ടുകാരാണെങ്കിൽ ഒരു വലക്കാർ വന്നിട്ട് ഞങ്ങൾ ലൈസൻസ് ഉള്ളതാണ്, വല ഇടാൻ ലൈസൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടാണ് പോണത്. ഇത്രയും വല ഇവിടെ ഇട്ട്. അപ്പൊ നമ്മളെ ഫിഷറീസ് വകുപ്പും ഈ പറഞ്ഞ പോലെ പോർട്ടിന്റെ ഫിഷറീസ് ആണ് മെയിനായിട്ട്. നമുക്ക് ഇതൊന്ന് ശ്രദ്ധിച്ച് ഇവർക്ക് വേണ്ട നിയമ നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത്രയും വലകളൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകണം. അവരത് ഇട്ടിട്ട് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും വലകൾ ഇവിടെ കല്ലുമ്മ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ അതിന് വേണ്ട നിയമ നടപടികൾ ഫിഷറീസ് വകുപ്പ് എടുക്കണം. ഈ വല നിരോധിച്ചാൽ